സർട്ടിഫിക്കറ്റ്. പിന്നെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട്. മലയാളികളുള്ള എല്ലാ പ്രേക്ഷകരും ഇത് അറിയണം. അതായത് നമ്മളുടെ സാംസ്കാരിക വകുപ്പും പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടെ ചേർന്ന് ഒരു സംഘടന രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ 2025 പുതിയ സിനിമ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ക്യാമറാമാനും ഈ ഒരു 5 അംഗ പാനൽ എന്ന് പറയുന്ന ഒരു സാധനം രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അറിയാൻ വേണ്ടിയാണ്. ആ പാനലിൽ ഈ സ്ക്രിപ്റ്റ് കൊടുക്കണം. ആ സ്ക്രിപ്റ്റ് അവർ വായിച്ചതിന് ശേഷം അതിലെ സീനുകൾ മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ അവർ പറയും. അതിനുശേഷം പിന്നെ ഈ ക്യാമറാമാൻ വരണം, അതുപോലെ ഏത് ഷോട്ട് എവിടെ വെക്കണം എന്നുള്ള എല്ലാ സാധനങ്ങളും പറഞ്ഞു തന്ന് 2025 ആരും ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. 2025 പുതിയ നിയമം പാസ്സാക്കിയിട്ടുണ്ട്, എല്ലാവരും അറിയണം. അപ്പോൾ അതിൻ്റെ ആ സംഘടനയുടെ പേരെന്ന് പറഞ്ഞാൽ കോക്കാച്ചി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പാനൽ 4 പേരാണ്. അതിൽ അശ്വിനി എന്ന് പറയുന്നതാണ് ആദ്യത്തെ പാനല്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആറാട്ടുകുണ്ടൻ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അളിയൻ ജോസ് എന്ന് പറയുന്ന പാനലിലുള്ള ഇവർ 3 പേരും കൂടെ തീരുമാനിച്ചിട്ടാണ് മലയാള സിനിമ ഇനി ഇറങ്ങണോ വേണ്ടയോ എന്ന് ഇവർ തീരുമാനിക്കും. അതല്ലാത്ത പക്ഷം മലയാളത്തിലെ പ്രമുഖ ചാനലിൽ വൈകുന്നേരം വന്നിട്ട് അന്തിച്ചർച്ച ചെയ്ത് സിനിമ പൊളിക്കുന്നതായിരിക്കും. ഇവർ പറഞ്ഞ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി 2025 മലയാള സിനിമ ഇറങ്ങുകയുള്ളൂ. അതെല്ലാ പ്രേക്ഷകരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇവർ പറയണം ഈ സിനിമ നല്ലതാണ്, ഈ ക്യാമറ ഇവിടെ വെക്കണം, ഈ ഷോട്ട് ഇവിടെ വെക്കണം. ഇത് പറഞ്ഞ് സക്സസ് ആയാൽ മാത്രമേ സിനിമ മലയാളത്തിൽ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇന്ത്യൻ സിനിമയിലേക്ക് ഇവരെ വിളിക്കുന്നുണ്ടെന്നാണ്. അശ്വിനി എന്ന് പറയുന്നതാണ് എൻ്റെ